എല്ലാവർക്കും നമസ്തേ. 2 ദിവസം മുമ്പ് ഒരു ഉത്തരവിറങ്ങി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ. സത്യം പറഞ്ഞാൽ സർക്കാർ ഉത്തരവെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല, CPM-ൻ്റെ ഉത്തരവെന്നേ നമുക്ക് പറയാൻ ഒക്കുകയുള്ളൂ. കാരണം ഇപ്പം സർക്കാരല്ലല്ലോ ഭരിക്കുന്നത്, CPM ആണല്ലോ ഭരിക്കുന്നത്. ആ ഉത്തരവ് ഇങ്ങനെയായിരുന്നു: ഈ സ്കൂൾ അധ്യാപകർ അല്ലെങ്കിൽ അധ്യാപകർ എവിടെയെങ്കിലും പൂജ നടത്തി ദക്ഷിണ മേടിച്ചാൽ അവരെക്കെതിരെ നടപടിയെടുക്കുമെന്ന്. ഇതെന്ത് സർക്കാരല്ല, ഇതെന്ത് ഭരണമാണ് ഇവിടെ നടക്കുന്നത്? ഒരു പുരോഹിതൻ, അധ്യാപകൻ എന്നതുപോലെ തന്നെ പുരോഹിതൻ അവൻ്റെ ഒരു കടമ തന്നെയാണ് അദ്ദേഹത്തെ ഒരിടത്ത് പൂജയ്ക്ക് വിളിച്ചാൽ ആ പൂജ നടത്തി കൊടുക്കേണ്ടത്. ഒരു പൂജ നടത്തിയാൽ അത് പൂർണ്ണമാകണമെങ്കിൽ, അതിന് ഫലമുണ്ടാകണമെങ്കിൽ ആ പുരോഹിതന് ദക്ഷിണ കൊടുക്കണം. എങ്കിൽ മാത്രമേ ആ പൂജയ്ക്ക് ഫലമുണ്ടാവുകയുള്ളൂ, അത് പൂർണ്ണമാവുകയുള്ളൂ. ഇതിനെ തടയുക എന്നുള്ളത്, അതായത് ഹിന്ദു സമൂഹത്തിൻ്റെ ഇത്തരം കാര്യങ്ങൾ തടയുക എന്നുള്ള ബോധപൂർവമായ ഒരു നീക്കമാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിലൂടെ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഹിന്ദു സമൂഹത്തിൽ വിശ്വാസികൾ കൂടി വന്നു കഴിഞ്ഞാൽ ഈ വൃത്തികെട്ട പ്രസ്ഥാനം, ഈ മാർക്സിസം എന്ന് പറയുന്ന ഈ നാടിനെ മുടിക്കുന്ന ഈ മനുഷ്യത്വരഹിതമായ ഈ പ്രസ്ഥാനം തകർന്ന് തരിപ്പണമാകും എന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് CPM നടത്തുന്ന ആ ഒരു വൃത്തികെട്ട കളിയാണ് ഈ പുരോഹിതരായിട്ടുള്ള അധ്യാപകർ. അവർ പൂജ നടത്തിയാൽ ദക്ഷിണ മേടിക്കരുത് എന്നുള്ള കാര്യം. ഇത് തന്നെ മുമ്പ് പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ, ദക്ഷിണ സ്വീകരിക്കാതെ പൂജ സമ്പൂർണ്ണമാവുകയില്ല. അതുകൊണ്ട് ഇത്തരം ആൾക്കാരെ നമ്മൾ പൂജയ്ക്ക് വിളിക്കാൻ ബുദ്ധിമുട്ടും, നമുക്ക് താല്പര്യം കുറയും. ഇത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യവും. ഇങ്ങനെ ഈ പുരോഹിതന്മാരെ അല്ലെ പൂജാരിമാരെ ഇങ്ങനെ വിലക്കി നിർത്തിയാൽ ഹിന്ദുക്കളായിട്ടുള്ള പലരും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്മാറും എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് CPM-ൻ്റെ ഈ ഉത്തരവിന് പിന്നിലുള്ളത്. ഇത് ആരും പ്രതികരിക്കാത്തതാണ് ഏറ്റവും ദുഃഖകരമായ അവസ്ഥ. ഹിന്ദു സമൂഹം ഇതിനെതിരെ പ്രതികരിക്കാത്തതാണ് ഏറ്റവും ദുഃഖകരമായ അവസ്ഥ. നമുക്കെല്ലാം അറിയാം, എത്രയോ ക്രിസ്ത്യൻ പുരോഹിതന്മാർ അവർ വീടുകളിൽ വെഞ്ചരിപ്പ് ഉൾപ്പെടെയുള്ള ഈ ആരാധനാക്രമങ്ങൾക്ക് പോകുന്നുണ്ട്. അവർക്ക് അവിടെ നിന്ന് അവർ ദക്ഷിണ എന്നല്ല പറയുന്നത്, അതിനുള്ള പ്രതിഫലം അവർ വാങ്ങുന്നുണ്ട്. അതിനെന്താണ് ഇയാൾ വിലക്കാത്തത്? ഈ വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കുന്നവരാ നമുക്കറിയാം. ഒരു അന്തം കമ്മി, ഈ ഹിന്ദുവിനെ നശിപ്പിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന ഈ ശിവൻകുട്ടി എന്ന് പറയുന്ന ഒരു തെരുവ് ഗുണ്ടയുടെ കൂട്ട് നിയമസഭയിൽ പെരുമാറിയ, മുണ്ടും മടക്കി കുത്തി ഈ സ്പീക്കറിന്റെ മേശയ്ക്ക് മുകളിൽ വലിഞ്ഞു കയറി കമ്പ്യൂട്ടറും മൈക്കും അടിച്ച് നശിപ്പിച്ച് ഈ നഷ്ടങ്ങൾ വരുത്തിയ ഒരു തെരുവ് ഗുണ്ടയ്ക്ക് സമാനമായിട്ടുള്ള ഒരു മാർക്സിസ്റ്റുകാരനാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി. അയാളിൽ നിന്നും നമ്മുടെ മുഖ്യമന്ത്രി ഒട്ടും മോശമല്ല. ഇതേപോലെ തന്നെ ഇതേ തരക്കാരൻ തന്നെയാണ് മുഖ്യമന്ത്രി. ഇവരെല്ലാം കൂടെ ചേർന്ന് പാർട്ടി തീരുമാനം ഈ ജനങ്ങളുടെ മുകളിൽ, അതായത് ഹിന്ദു സമൂഹത്തിന് മുകളിൽ അടിച്ചേൽപ്പിക്കുന്ന ഈ നടപടിക്കെതിരെ എന്താണ് ഈ ഹിന്ദു സമൂഹം പ്രതികരിക്കാത്തത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ചോദ്യമായി ഉയർന്നു നിൽക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് അങ്ങനെ ഒരു ഉത്തരവ് ഇട്ടപ്പോൾ തന്നെ ഇതിനെതിരെ പ്രതികരിക്കണമായിരുന്നു. ഇതാരും അറിഞ്ഞ മട്ട് കാണിക്കാതെ നിസ്സംഗരായിട്ടിരിക്കുന്നതാണ് ഇതുപോലുള്ള പല ഹിന്ദു സമൂഹത്തിന് മുകളിൽ ഈ കുതിര കയറാൻ ഈ മനുഷ്യത്വഹീനമായ ഈ രാഷ്ട്രീയ പ്രസ്ഥാനമായ CPM മുതിരുന്നത് എന്നുള്ള കാര്യം വിശ്വാസികളായിട്ടുള്ള ഹിന്ദുക്കൾ മനസ്സിലാക്കിയില്ല എങ്കിൽ പിന്നെ ഇവരെ മനസ്സിലാക്കിക്കാൻ ആരെ കൊണ്ട് കഴിയും? ദൈവത്തിന് പോലും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരുപാട് ഇതേപോലുള്ള കാര്യങ്ങളാണ് ഈ ഹിന്ദു സമൂഹത്തിന് നേരെ ഈ മാർക്സിസ്റ്റുകാർ അടിച്ചേൽപ്പിക്കുന്നത്. ഇപ്പോൾ ശബരിമലയിലെ കാര്യം തന്നെ നമ്മൾ കണ്ടു. അവിടുത്തെ തീർത്ഥാടനത്തിനെ തകർക്കാൻ, ശബരിമല എന്ന ആ സങ്കല്പത്തിനെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള നടപടികളല്ലേ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെർച്വൽ ക്യൂ കൊണ്ടുവന്നു, സ്പോട്ട് ബുക്കിംഗ് കൊണ്ടുവന്നു.
ഇതെല്ലാം കൊണ്ടുവന്നത് അവിടോട്ടുള്ള ഭക്തരുടെ തീർത്ഥാടകരുടെ തിരക്ക് കുറയ്ക്കുക, തീർത്ഥാടകരെ കുറയ്ക്കുക, അങ്ങനെ ശബരിമലയുടെ പ്രാധാന്യം തന്നെ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ ഇവർ നടത്തുന്നത്. ഇന്നലെ കണ്ടത് നമ്മള് മനമുരുകി ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്ന ഭക്തർ കരഞ്ഞുകൊണ്ട് അവർ പറയുന്നു, ഇനി ഞങ്ങൾ ഈ ശബരിമലയിലേക്ക് വരുന്നതേ ഇല്ല എന്ന് അവര് വളരെ സങ്കടത്തോടു കൂടി പറയേണ്ട അവസ്ഥ ഉണ്ടാക്കിയത് ആരാണ്? ഈ പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഈ CPM സർക്കാർ. അവരുടെ ഉദ്ദേശം, പിണറായിയുടെ ഉദ്ദേശം ക്ഷേത്രങ്ങൾ നശിപ്പിക്കുക, ഹിന്ദു സമൂഹത്തെ തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതാണ് അയാൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗം തന്നെയാണ് ഈ അധ്യാപകർ പൂജ നടത്തിയാൽ അത് നടത്തരുതെന്നും നടത്തിയാൽ ദക്ഷിണ വാങ്ങരുത് എന്നുമൊക്കെയുള്ള പുതിയ തീട്ടുവരത്തിന്റെ പിന്നിലുള്ളത്. ഇതിനെതിരെ ഹിന്ദുക്കൾ ശക്തമായി പ്രതികരിക്കണം. പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഹിന്ദുവിന്റെ നാശമുണ്ടായതിനു ശേഷം നമ്മൾ പറഞ്ഞിട്ട് എന്തെങ്കിലും കഥയുണ്ടോ? ഈ ഇങ്ങനെയെല്ലാം ഓരോ ഉത്തരവിടുന്ന ഈ ശിവൻകുട്ടി എന്ന് പറയുന്ന വിദ്വാൻ, അയാൾ ഇന്നലെ ചാനലിലൊക്കെ വന്നതാണ് ഒരു സ്കൂളിൽ ഇസ്ലാമിക വൽക്കരണം നടത്തുന്നത്. ഹിന്ദു വിദ്യാർത്ഥിയെ കൊണ്ട് മുഹമ്മദ് നബിയിൽ വിശ്വസിക്കാനും അദ്ദേഹത്തിനെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രസംഗിക്കാനും ഒക്കെ നിർബന്ധിതമാക്കിയ സ്കൂളിനെതിരെ ഇയാൾ എന്ത് നടപടിയെടുത്തു? ഇയാളല്ല, ഇയാളുടെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, അയാൾ എന്ത് നടപടിയെടുത്തു? കേരളമാണ്. അത് ഹിന്ദുക്കൾക്ക് എതിരെ മാത്രമാണ് ഈ വിദ്വാൻമാര് ഈ കുതിര കയറാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് ഹിന്ദു സമൂഹമാണ് മനസ്സിലാക്കേണ്ടത്. അതിന് തയ്യാറാകാത്തിടത്തോളം കാലം ഹിന്ദു സമൂഹം എന്നും ഈ മാർക്സിസ്റ്റുകാരുടെ ആ ഒരു അടിച്ചമർത്തലിന് വിധേയരായി ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് ഹിന്ദു ധർമ്മത്തെ എന്തായാലും ഇല്ലാതാക്കാൻ പിണറായി അല്ല, ശിവൻകുട്ടി അല്ല, ഇവന്മാരുടെയൊക്കെ വലിയ നേതാവ് എന്തുവാ അന്ന് ജീവിച്ചിരുന്നത് സ്ഥാപകൻ ലെനിൻ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല, മാർസോ ലെനിനോ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല ഹിന്ദു സംസ്കാരത്തെ ഇല്ലാതാക്കാൻ. അങ്ങനെയുള്ള ഹിന്ദു സംസ്കാരത്തെ ഇവന്മാര് വിചാരിച്ചാൽ ഒന്നും തകർക്കാൻ പറ്റത്തില്ല. എങ്കിൽ കൂടിയും ഈ ധർമ്മത്തിൻ്റെ വിശ്വാസികൾക്ക് വളരെയേറെ മാനസിക വിഷയങ്ങൾ ഉണ്ടാക്കാനും അവർക്ക് എന്താ പറയുക, അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കാനും കഴിയും എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാം. ഇതിന് വേണ്ടതിന് പ്രതിവിധിയായിട്ട് വേണ്ടത്, ഇതിന് മറുപടിയായിട്ട് വേണ്ടത് കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. ഒരു നിയമം കൊണ്ടുവരിക. ഈ രാജ്യവിരുദ്ധ ശക്തിയായ കമ്മ്യൂണിസം, മനുഷ്യത്വത്തിന് മാനവികതയ്ക്കെതിരായ ഈ പ്രസ്ഥാനമായ കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്ന ഒരുത്തനും കേന്ദ്ര സർക്കാരിൽ ജോലി നൽകില്ല എന്നുള്ള ശക്തമായ തീരുമാനം. കേന്ദ്ര സർക്കാർ എന്നല്ല, രാജ്യത്ത് ഒരു സർക്കാർ സർവീസിലും ഇവന്മാർക്കൊന്നും ജോലി നൽകില്ല എന്നുള്ള ഒരു തീരുമാനം, ഒരു നിയമം രാജ്യത്ത് കൊണ്ടുവന്നാലേ ഇവനൊക്കെ പാഠം പഠിക്കുകയുള്ളൂ. അതിനെതിരെ കോടതി പോകുമായിരിക്കും. കോടതി ഒക്കത്തില്ലെന്ന് പറയുന്നത് കോടതിയോട് തന്നെ പറയണം, എന്നാ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അങ്ങ് ഭരിച്ചോ, ഈ രാജ്യത്തിന്റെ ഭരണം കൂടെ നിങ്ങൾ അങ്ങ് ഏറ്റെടുത്തോ എന്ന് കോടതിയോട് ശക്തമായി പറയാൻ ഈ കേന്ദ്ര സർക്കാർ തയ്യാറായാൽ മാത്രമേ ഇതിനൊക്കെ ഒരു അറുതി വരികയുള്ളൂ. ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ ആന്ധ്രയിലും ഛത്തീസ്ഗഡിലും അവിടെ ഇവിടെ എല്ലാം ചുമപ്പ് ഭീകരതയെ അടിച്ച് ഒതുക്കിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇതിന്റെ വേറൊരു രീതിയിൽ ഇവര് ബുദ്ധിപൂർവം ആണ് ഇവര് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. ഇപ്പൊ ബീഹാർ CPI-ML നക്സലുകൾ മത്സരിച്ച് അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ നേരത്തെ CPM അതിന് തയ്യാറായി എന്ന് മാത്രം. ഇവന്മാര് ഭരണത്തിൽ വരുന്നുണ്ടെങ്കിലും ഇവന്മാരും ചുമപ്പ് ഭീകരർ തന്നെയാണ്. ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ചുമപ്പ് ഭീകരർക്ക് ഈ രാജ്യത്തിന്റെ സർക്കാർ നൽകുന്ന ശമ്പളം മേടിക്കാൻ കഴിയുകയില്ല എന്നുള്ള രീതിയിൽ ഒരു നിയമം കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഇത്തരം ഈ ശിവൻകുട്ടി ആയാലും പിണറായി ആയാലും ഇവന്മാരൊക്കെ ഹിന്ദു സമൂഹത്തിന്റെ
മേൽ കുതിര കയറാൻ ശ്രമിക്കുന്നതും ഹിന്ദു സംസ്കാരത്തെ തകർക്കാൻ ശ്രമിക്കുന്നതിനും ഈ ക്ഷേത്രങ്ങൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതിനും ഒരു അറുതി ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അതുമാത്രമാണ് ഇത്തരം CPM-ന്റെ ഇത്തരം നീച കൃത്യങ്ങൾക്ക് ഉള്ള മറുപടി എന്നത് നമ്മൾ മറക്കാതിരിക്കുക. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക.